മലയാളത്തിന്റെ നിറച്ചിരി മാഞ്ഞു. നടനും മുൻ എംപിയുമായ ഇന്നസെന്റിന് കണ്ണീരോടെ വിട നൽകാനൊരുങ്ങി കേരളം. കടവന്ത്ര ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന പൊതുദർശനത്തിൽ ആയിരക്കണക്കിന് ആളുകളാണ് പ്രിയ നടനെ അവസാനമായി കാണാനെത്തിയത്. പേരുപോലെ തന്നെ നിഷ്കളങ്കമായ സംസാരവും ചെയ്തികളുമാണ് ഒരുപക്ഷെ ജനങ്ങളുടെ സ്നേഹം ഇത്ര കണ്ട് ആ പ്രതിഭയ്ക്ക് പിടിച്ചുപറ്റാൻ കഴിഞ്ഞത്. 1972 നൃത്തശാല എന്ന ചിത്രത്തിലൂടെയാണ് ഇന്നസെന്റ് വെള്ളിത്തിരയിലെത്തുന്നത്. ഹാസ്യനടനായും സ്വഭാവ നടനായും ഒരുപോലെ തിളങ്ങി. അത് ശരി, നീ ഇവിടെ നിന്ന് തലേമ ഗോപുരമണിയാ. അവന്റെ ഒരു മുടിഞ്ഞൊരു ഒരുക്കും ഒന്ന് വണ്ടി കയറത്തണ്ടി. അതിന് ഞാൻ മാത്രം കയറിയാ മതിയോ? റെഡി ആവണ്ട ഒരുത്തൻ കട്ടിലെ കിടപ്പുണ്ടല്ലോ, അതോ വേറെ ആര്? ഗോപാലകൃഷ്ണൻ. അവനിതുവരെ റെഡിയായിട്ടില്ലേ? എങ്ങനെ റെഡിയാവും? അവൻ വലിയ വില്ലനല്ലേ? നാടകത്തിൽ നായകനേക്കായി വലുത് വില്ലനാണെന്ന് അവന്റെ ഭാവം. ആദ്യം വില്ലൻ വണ്ടി കയറട്ടെ, എന്നിട്ട് നായകൻ കയറണോ വേണ്ടെന്ന് തീരുമാനിക്കാം. നിന്റെയൊക്കെ നായകനെ വില്ലൻ ശരിയാക്കി തരാം. മലയാളം, തമിഴ്, ഹിന്ദി, കന്നഡ തുടങ്ങിയ ഭാഷകളിലായി 750-ലേറെ സിനിമകളിൽ അഭിനയിച്ചു. 1989 മികച്ച സഹനടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടി. നിർമ്മാതാവ് എന്ന നിലയിൽ 1981 മികച്ച രണ്ടാമത്തെ ചിത്രത്തിനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 1982 നേടി. 2009 10ാം നിലയിലെ തീവണ്ടി എന്ന ചിത്രത്തിലൂടെ മികച്ച നടനുള്ള കേരള സ്റ്റേറ്റ് ഫിലിം ക്രിറ്റിക്സ് പുരസ്കാരത്തിനും അർഹനായി. എന്റെ രാഘവൻ നായരെ, ഇപ്പോഴാണ് എന്റെ ശ്വാസം നേരെ വീണത്. ഇത് നല്ല ഐശ്വര്യമുള്ള ആനാണ് അയ്യപ്പൻ നായരെ. ഇനി നിങ്ങൾക്ക് വെച്ചടി കയറ്റാണ്. ഇതിനൊന്ന് കുളിപ്പിച്ച് മനുഷ്യക്കോലാക്കണമെങ്കിൽ ദിവസം കുറെ പിടിക്കും. രോഗത്തെ പോലും ചിരിയോടെ നേരിട്ട അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തിയും എഴുത്തിലെ മാന്ത്രികതയും ആരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. ക്യാൻസറിനെ അതിജീവിച്ച കാലങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട അദ്ദേഹത്തിന്റെ രചനയായിരുന്നു ക്യാൻസർ വാർഡിലെ ചിരി, മഴക്കണ്ണാടി എന്നിങ്ങനെ പുസ്തകങ്ങളും അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. ഇന്നസെന്റിന്റെ വിയോഗത്തിലൂടെ മലയാള സിനിമയുടെ ഒരു അധ്യായത്തിനു കൂടിയാണ് തിരശ്ശീല വീഴുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.